ഇതാണ് കടൽ കുതിര. കടൽ കുതിര എന്ന് പറയും. നമ്മുടെ സാധാ കുതിരയ്ക്ക് നമ്മുടെ കരയത്തെ കുതിരയെ പോലെ ആയിരിക്കുന്നത് ഇത് കടൽ കുതിര എന്ന് പറയും. അപ്പോൾ ഇത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇതിന് വേറെ ഒരു മെത്തേഡിലും കൂടി ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്ക് ചെവി കുത്തു വരുമ്പോൾ നമുക്ക് ചെവി വേദന വരുമല്ലോ, അതിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി ഒഴിച്ചിട്ട് നമ്മുടെ അത് വെച്ച് കാതിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് വേദന മാറും. പണ്ടൊക്കെ അങ്ങനെയാണ്. ഇപ്പം മെഡിസിൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ആരും അങ്ങനെ ഇത് ചെയ്യുന്നില്ല. കണ്ടോ, ഇത് കാണുന്നു. ഇത് സാധാ കുതിരയാ, അത് കടൽ കുതിര. ഇതിനെയാണ് കടൽ കുതിര എന്ന് പറയുന്നത്. ഇത് ഭക്ഷിക്കില്ല, ഇത് കഴിക്കത്തില്ല. കടൽ ഇത് വേണമെങ്കിൽ കഴിക്കാം. ഇതൊക്കെ കടലിലെ ഇതിന് ഒന്നിനില്ല. വിഷമുള്ള ചില സ്ഥലങ്ങളാണ് അത് എടുത്ത് കളയുക. നമുക്ക് ഈ ചൂട് വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് എല്ലാം നമുക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ ഈ മീനെന്ന് പറയുന്നത് ചിലർ സ്കിന്ന് കളയാറുണ്ട് മീനിൻ്റെ. അങ്ങനെ ഒരിക്കലും അങ്ങനെ കളയാൻ പാടില്ല. ഈ മീനിൻ്റെ തൊലി ഉണ്ടല്ലോ, തൊലി നമ്മുടെ ഈ മീനിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ച് കളയാറുണ്ട്. ഏത് മീനായിരുന്നാലും തൊലി ഉരിക്കാതെ കഴിക്കുന്നത് അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞങ്ങൾ ഒരു മീനിൻ്റെ തൊലി ഉരിക്കത്തില്ല. ഈ ചിലവർ കേരൻ ചൂര മേടിച്ചാൽ അതിൻ്റെ തൊലി ഉരിക്കുന്നുണ്ട്. ഈ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഈ ചുണ്ണാമ്പോള എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഈ നമ്മളെ ഈ കട്ട് ചെയ്തിട്ട് കല്ലിലിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കും ഈ ചുണ്ണാമ്പ് കളയാൻ വേണ്ടി. അത് കളയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കാൽസ്യം കൂടുതലുള്ള ഒരു സാധനമാണ് ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് ചാവാളയ്ക്ക്. ഈ ചാവാളയുടെ പല്ല് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക മരുന്നൊന്നും ഇല്ല. ഇത് തന്നെ മരുന്ന്. ഏതാണ് മരുന്ന്? ഈ ചുണ്ണാമ്പാണ് ഇതിൻ്റെ മരുന്ന്. ആ ചുണ്ണാമ്പ് എടുത്ത് മുറിയുന്ന സ്ഥലത്ത് തേച്ചാൽ മതി, 2 ദിവസം കഴിയുമ്പോൾ മുറിവുണങ്ങും. ഇതാണ് അതിൻ്റെ ഇത്. അപ്പം നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ കുറിച്ച് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് കാര്യം. നമ്മൾ പറയുന്നത് ഒരു സർക്കാരിന് നമ്മൾ കുറ്റം പറയില്ല. ഈ മത്സ്യത്തൊഴിലാളിനെ വാനോളം പകർത്തിയിട്ട് ഇന്ന് നമ്മൾ കിടന്ന് അനുഭവിക്കുന്ന ഒരു ചിത്രം അത് വേറെയാണ്. കാര്യം എന്ന് വെച്ചാൽ അതിപ്പോൾ ഇനിയിപ്പോൾ അവരല്ല ഏത് സർക്കാർ വന്നാലും മത്സ്യത്തൊഴിലാളി ആ രീതിയിലൊക്കെ കാണുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരാണ്. അവർക്ക് ജാതി മതം വ്യത്യാസം ഒന്നുമില്ല. ഏത് ഒരു കാര്യം വന്നാലും ഇപ്പോൾ ഇവിടെ ഒരു വെള്ളപ്പൊക്കം വരട്ടെ, നമ്മളെ പ്രളയം വന്നപ്പോൾ ഞാൻ 7 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കാറിൻ്റെ വെള്ളത്തിൻ്റെ ഈ ഒഴിച്ചു പോകുന്ന വെള്ളത്തിനടി കാർ നിർത്തിയിടുന്ന കാറിൻ്റെ അടിയിൽ പോലും ഞാൻ കിടന്നിട്ടുണ്ട്. എൻ്റെ ബോട്ടും കൊണ്ടുപോയിട്ട് എന്നെ അനിൽകുമാർ സാർ എന്ന് പറയുന്ന ആറ്റിങ്ങൽ DSP പുള്ളി എൻ്റെ 4 ബോട്ട് ഇവിടെ വിട്ട് കൊണ്ടുപോയി ആൾക്കാരോട്ടൊക്കെ പോയി. അങ്ങനെ വെള്ളത്തില്ല കാറിൻ്റെ അടിയിൽ പോലും കിടന്ന ചരിത്രമുണ്ട്. നമുക്ക് പ്രളയം വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? ഒരുപാട് ആളുകൾക്ക് നമുക്ക് പൈസ തന്നിട്ടുണ്ട്, നമ്മൾ മേടിച്ചിട്ടില്ല. കാര്യം എന്താ, നമുക്ക് മേടിക്കാത്ത കാര്യം നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്താൻ പോയത്. അത് നമ്മൾ മേടിച്ചാൽ നമ്മൾ അതൊരു കൈക്കൂലിയായി മാറും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് മത്സ്യത്തൊഴിലാളി ഇവിടെ ആരും അങ്ങനെ പൈസ മേടിക്കാറില്ല. പിന്നെ അവർ തന്ന അവാർഡൊക്കെ നമ്മളൊക്കെ മേടിച്ചിട്ടുണ്ട്.